ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കണ്ടോളി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. വാൾ ഡെക്കറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മളെ കയ്യിലുള്ള കുറച്ച് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വാൾ ഡെക്കർ ഫുള്ളും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ചധികം വാൾ ഡെക്കർ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. സിമ്പിളായിട്ട് നമ്മളെ കയ്യിലുള്ള വേസ്റ്റ് ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഫസ്റ്റത്തെ വാൾ ഡെക്കർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കേക്ക് ബേസ് ആണ്. കേക്ക് ബേസിന് ഇല്ലയെന്ന് വെച്ചാൽ നമ്മളെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് നമുക്കൊന്ന് റൗണ്ട് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ ഷീറ്റൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക. എന്നാൽ നമ്മുടെ വാൾ ഡെക്കർ നല്ല ഫിനിഷ് ആയി കിട്ടും. പിന്നെ നമ്മൾ പ്ലാന്റൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ തൂങ്ങി വരില്ല കേട്ടോ. ഒടിഞ്ഞ് നിൽക്കണതൊക്കെ ആണെങ്കിൽ തൂങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്ക് ബേസൊക്കെ ആകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അങ്ങനത്തെ ഒരു കേക്ക് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കട്ട് ചെയ്യണ ഇങ്ങനെ ഉണ്ടല്ലോ, ഫോം ഷീറ്റ് കട്ട് ചെയ്യണ ഈ ഓരോ പീസും ഒരേ അളവായിരിക്കണം. പിന്നെ പല അളവായി കഴിഞ്ഞാൽ നമ്മുടെ വാൾ ഡെക്കറിൻ്റെ ഷേപ്പ് തന്നെ അങ്ങോട്ട് മാറിപ്പോട്ടോ. അപ്പോൾ കുറച്ചധികം ഷീറ്റ് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഫോം ഷീറ്റ് തന്നെ വേണമെന്നില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് കാർഡ്ബോർഡിൻ്റെ പീസ് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് പീസിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതുപോലെ ഞാൻ നമ്മുടെ ഫോം ഷീറ്റ് എല്ലാം നമുക്കിതുപോലെ കുറച്ചധികം പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടി വരെ ഫുള്ളായിട്ടും ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ടാസ്ക് കേട്ടോ. അപ്പം നമുക്കിത് ഇതുപോലെയൊക്കെ ഒന്ന് ഫുള്ളായിട്ടും സൈഡിലേക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തെറിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുള്ളും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫിനിഷ് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ഇതുപോലെ ഫുള്ളും നമുക്ക് സൈഡൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ ഒട്ടിക്കോളും. നന്നായിട്ട് ഗ്ലൂ ഗണ്ണ് ചൂടാക്കുക. എന്നിട്ട് ഇതുപോലെ കൊട്ടിക്കുകയാണെങ്കിൽ നല്ല ഉറപ്പിൽ നിൽക്കും കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ ഫുള്ളും വെട്ടി ഫിനിഷാക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2 കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. നല്ല കട്ടിയുള്ള ഇതും നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ എടുക്കാം. പിന്നെ വേണ്ടത് ഒരു ഫോം ഷീറ്റ് വേണം. ഫോം ഷീറ്റ് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ഒട്ടിക്കുന്നത് നമ്മുടെ മാസ്കിൻ ടാപ്പിൻ്റെ പകരമാണ് കേട്ടോ. മാസ്കിൻ ടാപ്പ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ കാർഡ്ബോർഡൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ സൈഡ് കാണുന്ന ആ ഒരു വൃത്തിയേട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാസ്കിൻ ടാപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ മാസ്കിൻ ടാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ഗോൾഡ് കളർ ഫോം ഷീറ്റാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മാസ്കിൻ ടാപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ഗോൾഡൻ കളർ ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു 2 പീസും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു റൗണ്ട് പീസിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിക്കണം. ബാക്കിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു വള്ളിയും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള വാൾ ഡെക്കറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. സിമ്പിളാണ്, ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വാൾ ഡെക്കറിൻ്റെ ലുക്ക് കേട്ടോ. ഇനി രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം രണ്ടാമത്തത് സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. അതും കുറച്ച് സാധനം മാത്രം മതി. ഒരു ചെറിയ പീസ് കാർഡ്ബോർഡും പിന്നെ ഒരു നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസും മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം കേട്ടോ. പെയിൻറ്റ് ഞാനിതിന് ഫുള്ളും ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കിന് വേണമെന്നുണ്ടെങ്കിൽ പല കളറും നിങ്ങൾക്ക് ഡിസൈനൊക്കെ വേണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വാൾപേപ്പർ ഉണ്ടാവില്ല, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉള്ള വാൾപേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടും ബ്ലാക്ക് കളറൊന്ന് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാസ്കിൻ ടാപ്പിൻ്റെ പകരം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഫിനിഷായി നിൽക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഫോം ഷീറ്റ് വെച്ചിട്ടും ഇതുപോലെ 4 സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പേപ്പർ കപ്പാണ് കേട്ടോ. പേപ്പർ കപ്പ് നമുക്കിത് ഇതുപോലെ 2 ആക്കിയിട്ട് കറക്റ്റ് നടു ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 2 പീസ് കിട്ടും കേട്ടോ. അതിലൊരു പീസ് മാത്രം മതി ഇപ്പം നമുക്ക്. അതിന് ഇതുപോലെ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടും മുമ്പിലും ബാക്കിലൊക്കെ ആയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് ബ്ലാക്ക് കളറും നമുക്കിത് ഇതുപോലെയൊക്കെ ഒന്ന് കൊടുത്തു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് വെച്ചിട്ട് എന്തെങ്കിലും പൂക്കളൊക്കെ ജസ്റ്റ് വരച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കുമ്പം സിമ്പിളായിപ്പോയി, ഫുള്ളും ബ്ലാക്കും ആയിപ്പോയി. ഞാനിത് ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ പ്ലാന്റൊക്കെ വെക്കുന്ന സമയത്ത് വിട്ടു പോരാതിരിക്കാൻ നല്ല ഉറപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഫ്ലസ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുന്നത്. ഇത് കണ്ടോ, ഫുള്ള് ബ്ലാക്ക് ആയപ്പം ഒരു ഇതില്ല, രസമില്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗോൾഡൻ കളർ, ബ്ലാക്കിലേക്ക് ഗോൾഡ് നന്നായി ചേരുമെന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വേറെ മോഡലൊക്കെ ആക്കിയിട്ട് നമ്മുടെ കോണായിട്ടും നമുക്ക് പല ഷേപ്പിലും നമ്മുടെ ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് സിമ്പിളായിട്ട് ഇതുപോലെ നമ്മുടെ ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്കിലും ഇതുപോലൊരു വള്ളി വെച്ച് കൊടുക്കാം. തൂക്കിയിട്ടുണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വള്ളിയും വെച്ച് അതിൽ പ്ലാന്റും വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഡെക്കോർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാൾ ഡെക്കർ ഇതാണ് രണ്ടാമത്തെ ലുക്ക് വരുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് സ്റ്റിക്കാണ് കേട്ടോ. ഈ സ്റ്റിക്കിന് വലിയ വിലയൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചധികം സ്റ്റിക്ക്, കട്ടിയില്ലാത്ത സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് ഈ ഒരു ഡെക്കോർ ഉണ്ടാക്കുന്ന വീഡിയോ ഫുള്ളായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഡെക്കോറിന് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അത്രയും സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ സ്റ്റിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചിട്ട് സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് നന്നായിട്ട് തന്നെ ചൂടായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നല്ലോണം നിൽക്കും. ചെറിയ ചൂടിൽ നമ്മൾ പീച്ച് നല്ലോണം
പ്രസ് ചെയ്തിട്ട് പശ വരുന്നതൊക്കെ നമ്മൾ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് നന്നായിട്ട് ഒട്ടൂല, വേഗം പൊളിഞ്ഞു പോരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ഒട്ടിക്കുകയാണെങ്കിലും നമ്മുടെ ഗ്ലൂ ഗൺ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ കേട്ടോ, എന്നാലും നന്നായിട്ട് ഒട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 കോലുണ്ടല്ലോ, ഈ വെക്കുന്ന 2 പീസും ഒരേ അളവായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ കിട്ടും. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കോറാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വേണ്ടത് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിച്ച ആ ഡെക്കോറിൻ്റെ ഈ ഒരു സൈഡിൽ വെക്കാനുള്ള പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് വരയിൽ കിട്ടും, കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കത്രികയ്ക്ക് മൂർച്ച കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലും നമ്മൾ കാർഡ്ബോർഡ് നമ്മൾ പറഞ്ഞു കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡിലുള്ള വൃത്തിയേട് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കണ കാര്യം. അപ്പോൾ മാസ്കിൻ ടേപ്പ് ഇല്ല, അപ്പം നിങ്ങൾ വാൾ ഡെക്കേഴ്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, കാർഡ്ബോർഡ് വെച്ചിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് എന്തായാലും നിങ്ങൾക്ക് ഇതിൽ മാസ്കിൻ ടേപ്പ് വേണം കേട്ടോ. അപ്പോൾ ഞാനത് ഇല്ലാത്തതും കൊണ്ട് ഞാൻ എന്താക്കുന്നുണ്ട്, പേപ്പർ നമ്മുടെ സാധാ വൈറ്റ് പേപ്പർ നമുക്ക് സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് പിന്നെ വിചാരിച്ചു അബദ്ധമായി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എന്തായാലും എല്ലാ വൃത്തിയോടൊന്ന് മാറാം, പെയിൻ്റ് അടിക്കുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ച് ഞാനിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് നമ്മൾ നേരത്തെ ആ ഒരു അളവെടുത്തില്ലേ, ആ ഭാഗത്ത് നമ്മുടെ ഗ്ലൂ ഗണ്ണ് തേച്ചിട്ട് പശ തേച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിയിൽ നമ്മൾ പ്ലാന്റൊക്കെ വെക്കുന്ന സമയത്ത് വെയിറ്റ് വരുമ്പം കാർഡ്ബോർഡ് തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പെയിൻറ്റ് അടിക്കാം, പെയിൻ്റൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. ഈ ഒരു ഗോൾഡൻ കളർ സത്യം പറഞ്ഞാൽ വാങ്ങിയതിൻ്റെ ശേഷം എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ഫസ്റ്റ് പെയിൻറ്റ് അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ണു പോവുക ഗോൾഡൻ കളർമൊക്കെയാണ്. കാരണം നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കിയാലും അതിൽ ഈ ഒരു ഗോൾഡിൻ്റെ ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ലുക്ക് അങ്ങോട്ട് മാറും, അടിപൊളിയാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ലുക്ക് കൊടുത്തത്. പക്ഷേ പേപ്പർ ഒട്ടിച്ചത് അബദ്ധമായി എന്ന് തോന്നുക, പെയിൻറ്റ് പേപ്പറും കൂടെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ 3ാമത്തെ ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അടുത്ത ഡെക്കോർ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ കുറച്ച് സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്, കുറച്ചധികം ചെയ്യേണ്ട വീഡിയോ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നിന്ന് കൈ തട്ടിയിട്ടും ഡിലീറ്റ് ആയി പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഇത് ആ സ്റ്റിക്ക് വെച്ചിട്ട് കാണിച്ചു തരാനൊന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് നമ്മുടെ സ്ക്വയർ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ട് അതൊരു നമ്മൾക്കൊരു 5 പീസ് വേണം. 5 പീസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. 4 പീസ് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് 5ാമത്തെ പീസ് നടുക്കിൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കുക. പിന്നെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതല്ലാന്നാണെങ്കിൽ ഇനി കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാം, ആഡംബര കൈക്കോട്ടെ എന്ന് വിചാരിക്കുന്നവർക്ക് കേട്ടോ. ഇനി ഇതുപോലെ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും സൈഡിൽ നിന്നായിട്ട് ഇതുപോലൊരു മോഡലാക്കിയിട്ട് നമുക്കിതുപോലെ കുറച്ച് ചെടികളും കൂടെ ഇതുപോലെയൊക്കെ ഒന്ന് കുറച്ച് പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാളിൽ ഒട്ടിക്കാൻ വേണ്ടി എടുത്ത സമയത്ത് അടിയത്തെ ആ ഒരു നമ്മുടെ സ്ക്വയർ ഷേപ്പ് പോയിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാ ഈ ഒരു ഷേപ്പ് കേട്ടോ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി സ്റ്റിക്ക് കുറച്ചുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഐഡിയ പരീക്ഷിച്ച് നോക്കാം. ഇനി ഞാൻ മേലെ പിടിച്ച പീസില്ലേ, ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റിക്ക് കുറച്ചുള്ളവർക്കുള്ള ഐഡിയാസാണ് കേട്ടോ അപ്പോൾ പറഞ്ഞിരുന്നത്. ആ നടുക്കിൽ കാണുന്ന 3 നമ്മുടെ സ്ക്വയർ ഷേപ്പ് മാത്രം മതി, അങ്ങനെ വെച്ചാലും അടിപൊളിയാവും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ അടിയത്തൊരു പീസ് വെക്കുന്നതിന് മുമ്പിലൊക്കെ. ഇനി നമ്മളിത് ഇതുപോലെ അടിയത്തെ പീസ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് വളവൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പം ഒന്ന് നോക്കി ചെയ്താൽ മതി, റെഡിയാവും. ഇനി നമ്മൾ ഡെക്കോർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടതും കാർഡ്ബോർഡ് തന്നെയാണ് കേട്ടോ. ഈ ഒരു കാർഡ്ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മാസ്കിൻ ടേപ്പ് അതേ വാങ്ങി വെച്ചിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കാർഡ്ബോർഡിൻ്റെ പീസും കുറച്ച് പശയും കുറച്ച് പെയിൻറ്റ് മാത്രം മതി കേട്ടോ. അതിന് നമുക്കിതുപോലെ കുറച്ചധികം നമുക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു പീസ് വെക്കുന്നില്ലേ, ഇത് 3ഉം ഇത് വെക്കുന്ന എല്ലാ പീസും ഒരേ അളവ് തന്നെ ആയിരിക്കണം. അങ്ങനെ ഇതുപോലെ കുറച്ചധികം പീസ് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ആ ജോയിൻ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ആ വെട്ടി വെച്ച ആ കാർഡ്ബോർഡില്ലേ, ആ കാർഡ്ബോർഡിൻ്റെ സൈഡൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പശ തേച്ചിട്ട് ഒട്ടിക്കാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ നന്നായിട്ട് ചൂടാവാൻ വെക്കണം. നമ്മുടെ ഗണ്ണ് നന്നായിട്ട് ചൂടാവണം, എങ്കിൽ മാത്രം നമ്മുടെ സ്റ്റിക്ക് നന്നായിട്ട് തന്നെ ഒട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വാളിലൊക്കെ വെക്കുന്ന സമയത്ത് വെയിറ്റ് വരുമ്പോൾ അത് വിട്ടുപോരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ഗണ്ണ് ചൂടാക്കിയതിന് ശേഷം മാത്രം ഒട്ടിക്കുക. അപ്പോൾ നന്നായിട്ട് ഒട്ടും കേട്ടോ. അപ്പം ഇതുപോലെ ചുറ്റിനും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ വാളിൽ ഒട്ടിക്കുന്ന സമയത്ത് ഇത്തിരി ഭംഗി പോരാന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു 2-3 ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അടുപ്പിച്ച് വെക്കുക. അതിൽ ഫ്ലവേഴ്സും നമ്മുടെ പ്ലാന്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ.
അങ്ങനെ നമ്മൾ ചെയ്തു. ഇതിന് നമുക്ക് മാസ്കിൻ ടൈപ്പ് നിർബന്ധമാണ്. എന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങിയും കൊണ്ട് നമുക്ക് എന്താക്കാം, അതിൻ്റെ സൈഡ് നമ്മൾ പറഞ്ഞില്ലേ അതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ നമുക്ക് മാസ്കിൻ ടൈപ്പ് അവിടെയും കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫുള്ളായിട്ടും ചുറ്റിനും നമുക്ക് നമ്മുടെ മാസ്കിൻ ടൈപ്പ് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാൾപേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ സുഖമാണ് പണി. നമ്മൾ ഈ ഒരു സൈഡിലുള്ള നമ്മുടെ കാർഡ്ബോർഡ് ഒട്ടിക്കുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മുടെ വാൾപേപ്പറൊക്കെ ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് സൈഡിലുള്ളതിലും നമ്മൾ വാൾപേപ്പർ ഫുൾ ഒട്ടിച്ചതിന് ശേഷം മാത്രം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ ലൈറ്റ് നീല ഇതുപോലെ നമുക്കൊന്ന് ഫുള്ളായിട്ടും ഉള്ളിലൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ പറ്റ സിമ്പിളായി പോയില്ലെന്ന് വിചാരിച്ച് ഞാൻ എന്താക്കി കുറച്ച് ഡാർക്ക് ബ്ലൂവും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഞാൻ കൊടുത്തു. അതൊരു ഫിനിഷ് തോന്നായിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ടിപ്പ് ചെയ്തിട്ടാണ് ബാക്കി ഫുള്ള് ഞാൻ കൊടുത്തു ഒന്ന് ഫിനിഷ് ആക്കി എടുത്തത് കേട്ടോ. പുറത്തൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ഉള്ളിൽ ജസ്റ്റ് വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഉള്ളിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് അടുത്ത ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഡെക്കോറിനും നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ കാണുന്ന സ്റ്റിക്കാണ് കേട്ടോ. സ്റ്റിക്ക് കുറച്ചധികം വേണം. ഈ സ്റ്റിക്ക് ഈ ഒരു ഡെക്കോറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് സ്റ്റിക്കിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. അപ്പം വെക്കുമ്പോൾ ലാസ്റ്റ് അതിൽ വൃത്തിയൊന്നും തോന്നിയില്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളി, എന്നിട്ട് അതുപോലെ നോക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. പല ഷേപ്പിലുള്ള കുറച്ചധികം സ്റ്റിക്കുകളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വലിയ അളവോ കാര്യങ്ങളൊന്നും വേണ്ട, ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാണ് സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ ഒരു ഡെക്കോർ കേട്ടോ. ഈ ഒരു ലോങ് വീഡിയോയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വാൾ ഡെക്കോർ ആണ് കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായ രീതിയിലുള്ള വാൾ ഡെക്കോർ ആണ്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അടുത്ത ഡെക്കോർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കാർഡ്ബോർഡിൻ്റെ ഇതുപോലത്തെ ചെറിയൊരു പീസ് മതി കേട്ടോ. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയൊക്കെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതും സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഇനി സിമ്പിൾ ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ ഐഡിയാസ് ഒക്കെ കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ റൗണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് വെച്ച് വാൾ ഡെക്കോർ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയാവും. നമ്മളൊക്കെ ചെയ്ത് പെയിൻ്റ് അടിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ നടുക്കിൽ വല്ല വരയും കുറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഒടിഞ്ഞു തൂങ്ങി വരും. കാരണം നമ്മൾ വെയിറ്റൊക്കെ വരുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ വാൾ ഡെക്കേഴ്സ് എന്തുണ്ടാക്കുകയാണെങ്കിലും എടുക്കുന്ന കാർഡ്ബോർഡ് നല്ല കട്ടി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ റൗണ്ട് പീസ് എടുത്തിട്ട് അതിന് നല്ല ഗോൾഡൻ കളർ പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഇടയിലും ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട്, പറഞ്ഞുതരാം എവിടെയാണ്. അപ്പം ഇതുപോലെ നമുക്ക് ചുറ്റിനും നമ്മുടെ സ്റ്റിക്ക് കേട്ടോ, ഐ സ്റ്റിക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചുറ്റിനും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ കോണ് പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. ഈ ഒരു ഡെക്കോറാണ് നമ്മളെ വീഡിയോയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രണ്ടാമത്തെ വാൾ ഡെക്കർ. ഇതുപോലെയൊക്കെ നമുക്ക് ഫുൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മിസ്സായത് എവിടെ വെച്ചാൽ അതിൻ്റെ സൈഡ് കാണുന്ന സ്പേസ് ഉണ്ടല്ലോ, ഇതെല്ലാത്തിൻ്റെ ഇടയിൽ ആ സ്പേസിൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ഒട്ടിക്കണം കേട്ടോ. അതാണ് വിട്ടുപോയത്. അപ്പം അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഡെക്കോർ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു ഡെക്കോർ കിട്ടും. സിമ്പിളാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ വേണമെന്ന് വിചാരിക്കുന്നവർക്കുള്ള വീഡിയോസ് ആണ് കേട്ടോ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിക്ക് വെച്ചിട്ടാണ്. നമ്മുടെ സ്ട്രോ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇനി പ്ലാസ്റ്റിക് സ്ട്രോ ആണെങ്കിലും മതി, പേപ്പർ സ്ട്രോ ആണെങ്കിലും മതി. ഇനി ഇത് രണ്ടും ഇല്ലയെന്നാണെങ്കിൽ നിങ്ങളടുത്ത് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പഴയ നോട്ട് ബുക്കിൻ്റെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ടിയില്ലാണ്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ഷേപ്പിൽ വെക്കുന്നത് നിങ്ങൾക്ക് മാറിപ്പോകുന്നതാണെങ്കിൽ, എനിക്ക് മാറിപ്പോയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെയാണ് ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ, സ്ട്രോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകുന്നതാണെങ്കിൽ ഒരു പേപ്പറിൽ ഇതുപോലെ ഈ ഷേപ്പ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരളവ് എടുത്തിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മുടെ ജോയിൻ്റൊക്കെ ഒന്ന് നമ്മുടെ സ്ട്രോ വെച്ച് ഒട്ടിച്ചാൽ മതി. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒട്ടിക്കുന്ന പീസെല്ലാം ഒരേ അളവായിരിക്കണം, അല്ലെങ്കിൽ സൈഡ് ചെരിഞ്ഞൊക്കെ നിൽക്കും. ഇതുപോലെ ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ജോയിൻറ്റിലാക്കിയിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കിട്ടും. ഇനി അതിൻ്റെ മേലേക്കും നമുക്ക് ഇതുപോലെ വെക്കുക. ഈ വെക്കണ പീസും ഒരേ അളവായിരിക്കണം. അങ്ങനെ നമുക്ക് ഫുള്ളും എല്ലാ കോലിൻ്റെ മേലെ കൂടെയും ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു പീസ് കിട്ടും. ഇതുപോലെ ഒരു പീസ് പോരാ, 2 പീസ് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ 2 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാരണം നമ്മൾ പ്ലാന്റൊക്കെ വെക്കുമ്പോൾ വെയിറ്റ് വരുമ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ. ഇനി നമുക്ക് വേണ്ടതും ഇതുപോലത്തെ കാർഡ്ബോർഡിൻ്റെ 2 പീസ് വേണം. ഈ പീസ് അടിയിലുള്ള ആ ഒരു അളവുണ്ടല്ലോ, ആ അളവിനനുസരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് കാർഡ്ബോർഡിൻ്റെ മേലത്തെ ആ ഒരു മെല്ലൊരു ലെയർ ഒന്ന് ഇങ്ങനെ പറിച്ച് കളയാം. മേലത്തെ ആ ലെയർ ഒന്ന്
പറിച്ച് കളഞ്ഞിട്ട് ഇതുപോലത്തെ 2 ഷീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഇതുപോലത്തെ ഓരോ പീസ് വെച്ചിട്ടും കൂടുതൽ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 പീസിൽ ഒതുക്കിക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലത്തെ സ്ട്രോയിൻ്റെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടിച്ച ആ കാർഡ്ബോർഡ് പീസ് അടിയിൽ ഇതുപോലെ 2 സൈഡിലായിട്ടും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് അടിച്ചാൽ മതി. ഇനി എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കിയിട്ട് പെയിൻറ്റ് അടിക്കാൻ നിൽക്കരുത്. ഇത് നമ്മൾ സ്ട്രോ ഒട്ടിക്കുന്നതിൻ്റെ മുൻപ് തന്നെ സ്ട്രോ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചിട്ട് നിങ്ങൾ ചെയ്തോളി. എന്നാൽ ഒന്നും കൂടെ ഫിനിഷ് ആയിരിക്കും, വർക്ക് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ പുറകിലൊരു കയറും കെട്ടി തൂക്കിയിട്ട് കൊടുക്കുക, പ്ലാന്റും വെച്ച് കൊടുക്കാം. സിമ്പിൾ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. സിമ്പിളാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഇതാണ് നമ്മുടെ വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അടുത്ത വാൾ ഡെക്കർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതും കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി കാർഡ്ബോർഡ് ഇതുപോലത്തെ 2 നീളത്തിലുള്ള പീസ് വേണം. ഇനി ഇതുപോലെ നമ്മുടെ സ്ക്വയർ ഷേപ്പിലുള്ള 2 പീസ് കാർഡ്ബോർഡും വേണം കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ള കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഞാൻ 2 പീസ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് 2 പീസും. അടുത്ത കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മളതിൽ പ്ലാന്റ് എന്തെങ്കിലും വെക്കുന്ന സമയത്ത് വെയിറ്റ് വരും, എന്തായാലും നമുക്ക് ഒടിഞ്ഞു പോകും. നമ്മുടെ പ്ലാന്റ് വെക്കാൻ പണിയായി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് വാൾ ഡെക്കേഴ്സ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് ഒരിക്കലും യൂസ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് മാസ്കിൻ ടേപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, കാർഡ്ബോർഡിൻ്റെ എന്ത് വാൾ ഡെക്കറിൻ്റെ പരിപാടി വരികയാണെങ്കിലും അതിൽ നമുക്ക് കാർഡ്ബോർഡിൻ്റെ എന്ത് പരിപാടിയാണെങ്കിലും അതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റം ഫിനിഷ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടായിട്ടാണ് നമ്മുടെ മാസ്കിൻ ടേപ്പ് കേട്ടോ. മാസ്കിൻ ടേപ്പ് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ 2 നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിലും നമുക്കിതുപോലെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ മാസ്കിൻ ടേപ്പ് ഒന്ന് നല്ല ഫിനിഷ് ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വൃത്തിയായിട്ടൊക്കെ ഒന്ന് മാറിയിട്ട് ഫിനിഷ് ആയി കിട്ടും പെയിൻറ്റ് അടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചൊന്നും കാണില്ല. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന നീളത്തിലുള്ള പീസ് ഇനി നമുക്ക് എന്തായാലും ഈ ഒരു 2 പീസിലും പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വാൾപേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിക്കാം. പെയിൻറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് വാൾപേപ്പർ കേട്ടോ. ഇനി അത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 2 പീസും പെയിൻറ്റ് അടിച്ച് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത 2 കാർഡ്ബോർഡിൻ്റെ പീസില്ലേ, അതും കൂടെ നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ച് ഉണങ്ങാൻ വെക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് ഇതുപോലെയൊക്കെ ഒന്ന് തിരിച്ചിടുക. ഒന്ന് ഇത്തിരി കയറിയിട്ടും മറ്റേത് ഇത്തിരി ഇറങ്ങിയിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, സ്റ്റിക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു സ്പേസിൽ കൂടെ ഫുള്ളായിട്ടും ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിക്ക് കൂടെ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ വെട്ടിച്ച ആ ഒരു കാർഡ്ബോർഡിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റിൽ നമുക്കിത് ഇതുപോലെ പശ തേച്ചിട്ട് നമുക്ക് 2 നമ്മുടെ നീളത്തിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസുമ്പിലും ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം വെച്ച് നിന്നോളി, അല്ലെങ്കിൽ അതൊക്കെ മറിഞ്ഞിട്ട് വീഴും. ഇതാണ് നമ്മുടെ അപ്പം അടുത്ത ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതും സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി അടുത്തത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. കാർഡ്ബോർഡിൻ്റെ ഒരു റൗണ്ട് എടുക്കുക, പിന്നെ ഒരു റോൾ എടുക്കുക. നമ്മൾ വാൾപേപ്പറൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഏറ്റവും കയ്യുമ്പം അതിൻ്റെ അവസാനം കാണുന്ന ഒരു റോളാണ് കേട്ടോ ഇത്. ഈ ഒരു റോള് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു റൗണ്ട് പീസിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും സിമ്പിളല്ലേ. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നഷ്ടമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലുക്ക് ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ഇതും കൊണ്ട് തന്നെ വേറൊരു പരിപാടിയും കൂടെ കാട്ടാം. നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, സ്റ്റിക്ക് ഈ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമുക്ക് ഇതുപോലെ അതിൻ്റെ മേലൊക്കെ ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള അടുത്ത ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. വാൾ ഡെക്കർ ഇതാണ് അടുത്ത വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ, ഇതാണ് അടുത്ത ലുക്ക്. ഇനി അടുത്ത ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അടുത്തത് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് സ്റ്റിക്കാണ് കേട്ടോ. അടുത്തുണ്ടാക്കാൻ സ്റ്റിക്ക് വേണം. കുറച്ചധികം സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒട്ടിക്കുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. ഇനി നമുക്ക് കുറച്ചധികം സ്റ്റിക്ക് വേണം കേട്ടോ ഈ ഒരു ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാനും. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നമ്മുടെ സ്റ്റിക്ക് ഇതുപോലെ ഒരേ അളവിലായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മേലെ വരെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ കിട്ടും കേട്ടോ. കാരണം നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുട്ടിക്ക് നന്നായിട്ട് ഒട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്ത് കഴിയുമ്പം ലാസ്റ്റ് ഓരോ സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ കിടക്കും കേട്ടോ. അപ്പോൾ പണിയാവും. അതുകൊണ്ട് ചെയ്യുമ്പം ആദ്യം വൃത്തിക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ നമുക്ക് കുറച്ച് സ്റ്റിക്കും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ കേട്ടോ. നമുക്ക് വേണ്ടത് ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ്. എൻ്റെ കയ്യിലുള്ളതൊക്കെ കട്ടില്ലാത്ത കാർഡ്ബോർഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഒക്കത്തിനും 2 പീസ് വെച്ചിട്ട് ഒട്ടിക്കുന്നത് കേട്ടോ. ഒട്ടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് ഫിനിഷ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരൊറ്റ പീസ് മാത്രം മതി. അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ 3 പീസ് സൈഡും ഇതുപോലെ നമ്മുടെ മാസ്കിൻ ടേപ്പ് ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ച് ഫിനിഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ നമ്മുടെ വാൾപേപ്പർ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് വാൾപേപ്പർ ഇല്ല,
ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെയിൻ്റൊക്കെ അടിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള വാൾപേപ്പറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെക്കോർ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ പെയിൻ്റ് അടിച്ച് നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിക്കുക. അടിയിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ പ്ലാന്റൊക്കെ വെക്കുന്ന സമയത്ത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒരു സ്റ്റിക്കും കൂടെ ഒട്ടിച്ച് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള നമ്മുടെ അടുത്ത വാൾ ഡെക്കർ റെഡി. ഇനി ഇതല്ല, ഇതിലും സിമ്പിൾ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ വേറൊരു ഐഡിയ കാണിച്ചു തരാം. സിമ്പിളാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡ് അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് അതിൻ്റെ അടിയിലും ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു എന്തെങ്കിലും ഒരു പ്ലാന്റൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഇതുപോലെ ഇതും സിമ്പിളാണ്. ഇനി അടുത്തത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡാണ് കേട്ടോ. കാർഡ്ബോർഡ് ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ല. എന്നാലും മെയിനായിട്ട് വേണ്ട ഐറ്റം കാർഡ്ബോർഡാണ് കേട്ടോ. നമുക്ക് കാർഡ്ബോർഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ പീസാക്കി എടുക്കാം. ഇത് വെട്ടുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിച്ചെട്ടിക്കൊടുക്കും. ഇത്രയും കട്ടിയുള്ള കാർഡ്ബോർഡിനും അതും കൊണ്ട് തന്നെ എൻ്റെ നൈഫ് അങ്ങോട്ട് പൊട്ടിപ്പോയിട്ടോ. കട്ടി കാരണം, കാർഡ്ബോർഡിൻ്റെ കട്ടി കാരണം നൈഫ് അങ്ങോട്ട് പൊട്ടി. ഇനി എന്തായാലും നമ്മൾ കത്രിക വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിയില്ലാത്ത കാർഡ്ബോർഡാണ്, പക്ഷേ നല്ല ഉറപ്പുണ്ട് കേട്ടോ. നല്ല ഒടിവൊന്നും ഇല്ലാണ്ട് നിൽക്കണേം കൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട്. അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയത്. പിന്നെ 2 പീസും കൂടെ ഒപ്പരം വെച്ചു. ഇതുപോലെ കേട്ടോ. ഇനി ഒപ്പരം വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമ്മൾ മാസ്കിൻ ടാപ്പ് ഇല്ലാണ്ട് എന്ത് കാർഡ്ബോർഡ് യൂസ് ചെയ്യാണ്ടിട്ട് നമ്മൾ എന്തായിട്ടും കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് എന്തായിട്ടും നമ്മൾ ചെയ്യുകയാണെങ്കിലും മാസ്കിൻ ടാപ്പ് വേണം. അപ്പോൾ മാസ്കിൻ ടാപ്പ് എടുത്തിട്ട് എന്നാലും ഒരു ഫിനിഷ് കിട്ടുള്ളൂ. വേറെ നമ്മൾ എന്ത് പേപ്പർ ഒട്ടിച്ചാലും മാസ്കിൻ ടാപ്പ് ഒട്ടിക്കുന്ന അത്ര ഫിനിഷ് കിട്ടൂല. അപ്പം നമ്മുടെ മാസ്കിൻ ടാപ്പ് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് ഇതുപോലെ നമ്മൾ 4 സൈഡിലും ഒട്ടിക്കണം കേട്ടോ. കാരണം ഇത് വെറുതെ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് 4 സൈഡിലായിട്ടും ഇതുപോലെ നമ്മുടെ മാസ്കിൻ ടാപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ നല്ല ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല ഫിനിഷായിട്ട് തന്നെ കൈ കൊണ്ട് ഇതുപോലെയൊക്കെ വരച്ചിട്ട് ഇതുപോലെ കൊട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോഴല്ലോ നമ്മുടെ മാസ്കിൻ ടാപ്പ് ഇങ്ങനെ പൊന്തിയൊക്കെ നിൽക്കുമ്പോൾ വലിയ ഫിനിഷ് ഉണ്ടാവില്ല. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയിട്ടും സ്റ്റിക്ക് കാർഡ്ബോർഡ് സ്റ്റിക്ക് ഇല്ലാണ്ട് എന്ത് വാൾ ഡെക്കറില്ലേ. അപ്പോൾ ആ സ്റ്റിക്ക് എടുത്തിട്ടും ഇതുപോലെ സ്റ്റിക്കിൻ്റെ കറക്റ്റ് അളവ് മതി. വലിയ ഹോളാവണ്ട. വലിയ ഹോളായി നമ്മൾ സ്റ്റിക്ക് വെക്കുന്ന സമയത്ത് അതിങ്ങനെ ആടിയും കൊണ്ട് കിട്ടോ. കറക്റ്റ് ഹോളാണെങ്കിൽ നമ്മൾ പശയൊക്കെ തേച്ചിട്ട് നമ്മളവിടെ സ്റ്റിക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് അവിടെ നിൽക്കും. പിന്നെ നമുക്കിത് ഇതുപോലെ ഇനി വാൾപേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ നമുക്കിതുപോലെ കൊടുത്തു കൊടുക്കാം. പിന്നെ നമ്മുടെ അടുത്ത് പഴയ കഴിഞ്ഞ ആക്രിലിക്കിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ആ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ കുപ്പി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. പഞ്ഞ് വെച്ചിട്ട് ഇതുപോലെ ടിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യണത്. അങ്ങനെ ഇതുപോലെ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടാം. നമ്മൾ നേരത്തെ കാർഡ്ബോർഡിൻ്റെ സൈസും കൂട്ടാം. എന്നിട്ട് ഇതുപോലെ 2 നമ്മൾ കുപ്പി നമ്മൾ ഒന്ന് പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റ സിമ്പിളായി പോയി തോന്നിയും കൊണ്ട് ഞാൻ കുറച്ച് ഗോൾഡും കൂടെ കൊടുത്തിട്ടൊന്ന് ഭംഗിയാക്കി കൊടുക്കാനേ. അങ്ങനെ ഈ മേൽഭാഗത്ത് മാത്രം ഞാൻ ഇതുപോലെ കുറച്ച് നമ്മുടെ ഗോൾഡൻ കളർ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേൽഭാഗത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു ഉണങ്ങാൻ വെച്ച ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഷീറ്റ് ഉണ്ടല്ലോ കാർഡ്ബോർഡിൻ്റെ, ആ ഷീറ്റിൻ്റെ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിലേക്ക് ഫുള്ളായിട്ടും പശ തേച്ചിട്ടും നമുക്ക് സ്റ്റിക്ക് ഇതുപോലെ ഒരേ അളവിലുള്ള സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ 2 കുപ്പി ചെയ്തെടുത്തില്ലേ, ആ കുപ്പീൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പുറ സൈഡിലും വെക്കണം കേട്ടോ. അങ്ങനെ 2 സൈഡിലും ഇതുപോലെ ഓരോ സ്റ്റിക്കും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റൊക്കെ വെക്കുമ്പം ഒക്കെ അങ്ങോട്ട് മറിഞ്ഞിട്ട് വീഴും. നന്നായിട്ട് ആദ്യം ഒട്ടിക്കുക. എന്നാൽ പിന്നെ പണിയെടുക്കണ്ട. പിന്നെ ഈ ഒരു നമ്മുടെ സ്റ്റിക്കുമ്പോൾ ബോട്ടിൽ വെച്ചില്ലേ, ഈ ഒരു ഐറ്റം നമ്മുടെ നേരത്തെ ചെയ്ത ചായതുമൊക്കെ വെച്ച് കൊടുത്താൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡെക്കർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡെസ്ക് ഡെക്കോറാണ് കേട്ടോ. സിമ്പിളാണ്, എന്നാൽ ലുക്ക് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മഷ്റൂമാണ് കേട്ടോ. ഈ ഒരു മഷ്റൂം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളെ കയ്യിലുള്ള വേസ്റ്റ് ഐറ്റം മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് ഗിൽറ്റ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇതില്ലാന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മഷ്റൂം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ബൾബ് വെച്ചിട്ട് മഷ്റൂം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിരുന്നു കേട്ടോ ഇൻസ്റ്റയിലൊക്കെ. അപ്പം അതിനെക്കാട്ടും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ഇപ്പം ഉണ്ടാക്കിയ ഈ ഒരു മഷ്റൂമാണ് കേട്ടോ. ഇത് വേസ്റ്റ് ഐറ്റം മാത്രം മതി, അതും വേസ്റ്റാണ് എങ്കിലും ഇത് അതിലും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ തെർമാക്കോളിൻ്റെ നമുക്ക് ബോൾസ് വേണം കേട്ടോ. അപ്പോൾ എൻ്റെ തെർമാക്കോളിൻ്റെ ബോൾസ് ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പം അതിൽ കിട്ടുന്ന തെർമാക്കോൾ ഉണ്ടാവില്ലേ, ആ ഒരു ഷീറ്റ് വേണം തെർമാക്കോൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് നൈഫോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്ലേഡൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉരച്ചിട്ട് നമുക്ക് ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉരക്കലൊക്കെ നല്ല രസകരമായ പരിപാടി കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഇത് ഉരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ. അങ്ങനെ ഉരുട്ടി ഉരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉരക്കുമ്പോൾ ഭയങ്കര പൊടിയാണ്. നമ്മുടെ തെർമാക്കോൾ ഇങ്ങനെ ഉരതുന്ന സമയത്ത് ഭയങ്കര പൊടിയായിരിക്കും. അപ്പം അകത്തൊന്നും വെച്ച് നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ കിട്ടാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ കുറച്ചധികം ബോൾസ് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ ഒരു സംഭവം ചെറിയ
പീസ് വേണം. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന്. ചെറിയൊരു പീസ് നമുക്ക് വലിയ ഷേപ്പൊന്നും ഇല്ലാണ്ട് നമ്മൾ നൈഫ് എന്തെങ്കിലുമൊക്കെ ചെന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ സാൻഡ് പേപ്പറിലിട്ട് ഇതുപോലെ ഉരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഉരുട്ടി നമുക്ക് ഷേപ്പിനനുസരിച്ച് അതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മിനുസായിട്ട് നല്ല ഫിനിഷ് ആയിട്ട് തന്നെ നമുക്ക് വേണ്ട ഷേപ്പൊക്കെ നമുക്ക് കിട്ടും. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പീസ്. അങ്ങനെ നമ്മൾ എത്ര മഷ്റൂമാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത്രയും അതിന് കാലൊക്കെ വേണ്ട കൊടുക്കുക. പിന്നെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയണം ഇതുപോലത്തെ ക്ലോത്തിൻ്റെ ചെറിയ പീസ് മതി കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ക്ലോത്തൊക്കെ നോക്കിയെടുക്കുക. പിന്നെ വെൽവെറ്റിൻ്റെ ഒക്കെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ഫിനിഷ് ആയിട്ട് നിൽക്കുക. നമ്മൾ ഇതുപോലെ വലിച്ച് നമ്മുടെ തെർമാക്കോളിൻ്റെ മേലെ ഒട്ടിക്കണ സമയത്ത് മടക്കൊന്നും ഇല്ലാണ്ട് നമ്മുടെ വെൽവെറ്റിൻ്റെ തുണിയാകുമ്പോൾ ഇത്തിരി വലിയുന്ന സമയത്ത് നല്ല ഫിനിഷ് ആയിട്ട് തന്നെ നിൽക്കും സാധാ തുണീനെയും കാട്ടിലും കേട്ടോ. അപ്പം വെൽവെറ്റിൻ്റെ പീസ് എനിക്ക് ഒരു പീസേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 സെറ്റായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ ഒരു തുണി എടുത്തത് കേട്ടോ. അപ്പം നല്ല വലിച്ച് പിടിച്ചിട്ട് നമ്മളെ ഗ്ലൂ ഗണ്ണ് തേച്ചിട്ട് നമുക്ക് ഫുള്ളും നമ്മുടെ നമ്മൾ ആ ഒരു മേലത്തെ പീസിൻ്റെ കവർ ചെയ്തിട്ട് ഇതുപോലെ നല്ല ഫിനിഷാക്കി വലിച്ച് പിടിച്ചിട്ട് തന്നെ നമ്മളെ തുണി ഫുള്ളായിട്ടൊന്ന് ഒട്ടിക്കാം. ബാക്കി വരുന്ന പീസൊക്കെ നമുക്ക് ജസ്റ്റ് ചെറിയൊരു പീസ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫിനിഷാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കേട്ടോ. ഇനി ആ ബാക്കി ഇങ്ങനെ ചെറുതായിട്ട് പീസ് കാണില്ല. ഇനി ഈ സൈഡും കൂടെ നമുക്ക് അതിൻ്റെ തമ്പം കൂടെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് നമ്മൾ ഗ്ലൂ ഗണ്ണ് തേച്ചിട്ട് ഫുള്ളും ചുറ്റിനും നല്ല ഫിനിഷ് ആയിട്ട് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു മടക്കുണ്ട്. അത് ഈ ഒരു തുണീൻ്റെ കുഴപ്പമാണ് കേട്ടോ. വെൽവെറ്റിൻ്റെ വലിയ തുണിയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല വൃത്തിയായിട്ടാണ് നിൽക്കും കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യത്തെ വൃത്തിയോടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറിലേക്ക് നമുക്കിതുപോലെയൊക്കെ ഒന്ന് ഒട്ടിക്കാം. ഈ പീസ് ഒട്ടിച്ചിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് വെട്ടി വൈറ്റ് പേപ്പറൊക്കെ ഒന്ന് വെട്ടി ഫിനിഷ് ആക്കി കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ തുണി കേട്ടോ. ഇത് നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 3 വരുന്ന ഓരോ സെറ്റാണ് ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് ഇനി ഇത് ഡെക്കറേഷൻ പരിപാടികളാണ്. ഡെക്കറേഷൻ പരിപാടികൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ ലൈസൊക്കെ ഒട്ടിക്കാം. ലൈസോ അല്ലെങ്കിൽ നല്ല കല്ലും മുത്തൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് നമ്മുടെ സ്വീക്കൻസ് ആണ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പശ തേച്ചിട്ട് നമുക്കിതുപോലെ നമ്മളൊരു മൂടിയിലേക്കോ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്ക് സ്വീക്കൻസ് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ ഒട്ടിക്കിട്ടും. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടും ഒന്ന് ചെയ്തെടുക്കാം. എല്ലായിടത്തും നമുക്ക് ചുറ്റിനും നമുക്കിതുപോലെ നമുക്ക് സ്വീക്കൻസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ നല്ല രസകരമായ പരിപാടിയാണ്. ഗ്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലും മടുപ്പ് തോന്നൂല കേട്ടോ. ഇത് കാണുന്ന പോലെ നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു മടുപ്പൊന്നും തോന്നൂല കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ ചുറ്റിനും ഫുള്ളായിട്ട് നമ്മുടെ സീക്വൻസ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാല് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം നമ്മൾ നേരത്തെ സാൻഡ് പേപ്പറിലൊക്കെ ഉരച്ചുണ്ടാക്കിയില്ലായിരുന്നു തെർമാക്കോളിൻ്റെ പീസ് വെച്ചിട്ട്. അത് ഇതിൻ്റെ അടിയിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ മഷ്റൂം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചെറുത് എന്നുള്ളതിൽ 3 വെച്ചിട്ടാണ് ഓരോ സെറ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത്, ഒരു സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റോസ് കളറിൽ ഗോൾഡൻ കളറാണ് ഞാൻ സൈഡ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മഷ്റൂമിന് എല്ലാത്തിനും കാലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. വലുതിനെയും കാട്ടിലും ഇത്തിരിയും കൂടെ ക്യൂട്ടായിട്ട് തോന്നിയത് ചെറുതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും മഷ്റൂം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മരത്തിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മരത്തിൻ്റെ പീസ് ഇല്ലെങ്കിൽ സാധാ എന്തെങ്കിലും നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ വേണമെങ്കിൽ പീസിലേക്ക് ഒട്ടിക്കാം. അല്ലെങ്കിൽ തെർമാക്കോൾ തന്നെയാണെങ്കിൽ അതിൻ്റെ റൗണ്ട് പീസ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒട്ടിക്കാം. പിന്നെ നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒട്ടിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഒട്ടിക്കുന്ന ഭാഗത്തുണ്ടല്ലോ നമ്മുടെ മഷ്റൂം ഒട്ടിക്കുന്ന ആ ഒരു പീസിലേക്ക് ഒട്ടിക്കുന്ന ജോയിൻറ്റ് വരുന്ന ഭാഗത്തും വേണമെങ്കിൽ കുറച്ച് സീക്വൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം പശ തേച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മഷ്റൂമിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയാണ് നമ്മുടെ മഷ്റൂം കാണാൻ. ഞാൻ ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടും സക്സസ് ആവുമെന്ന് വിചാരിച്ചതേ ഉണ്ടായില്ല. പക്ഷേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 കളറ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മഷ്റൂമിൻ്റെ ഒക്കെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കുറേ വാൾ ഡെക്കേഴ്സ് ഉണ്ടാക്കിയില്ലേ, വാൾ ഡെക്കോർ ഉണ്ടാക്കി. അപ്പം അതിലൊക്കെ വെക്കാൻ കുറച്ച് പ്ലാന്റൊക്കെ ഉണ്ടാക്കണ്ടേ. വാൾ ഡെക്കർ മാത്രം പോരല്ലോ, പ്ലാന്റും വേണ്ടേ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. നമ്മുടെ ഓയിൽ പേപ്പർ എടുക്കുക. ഓയിൽ പേപ്പറിലേക്ക് ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ നമ്മുടെ ഗ്ലൂ ഗൺ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു സ്റ്റിക്ക് വെക്കുക. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പശ തേച്ചിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് പറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു ലീഫ് കിട്ടും. ഇങ്ങനെ കാണാൻ തന്നെ നമ്മുടെ ലീഫ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ലീഫ് വേണമെന്ന് വെച്ചാൽ അത്രയും ലീഫൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് വേണ്ട നമുക്ക് ഗോൾഡൻ കളറാണ് ഈ ഒരു ലീഫിൻ്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറ്റുന്നത്. ചെറിയൊരു പീസ് സ്പോഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഗോൾഡൻ കളർ ഇതുപോലെയൊക്കെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ഇത് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ലീഫും ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുത്തിയാക്കാൻ എന്തെങ്കിലും സംഭവം വേണ്ടേ, അതിന് ഇതുപോലെ ചെറിയൊരു റോൾ എടുത്തിട്ട് മേലെയും താഴെയും ഫോം ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു പീസ് തെർമാക്കോളും കൂടി ഇട്ടിട്ട് നമ്മുടെ ലീഫൊക്കെ ഒന്ന് കുത്തി വയ്ക്കാം. സിമ്പിളായിട്ടുള്ള പ്ലാന്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഈ ലുക്ക് കണ്ടപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ബിഗ് വേർഷനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം.
നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ വലിയ ഒരു ഷീറ്റ് എടുക്കാം. എന്നിട്ട് ആ ഷീറ്റിലേക്ക് നമുക്കിത് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. വലുതായത് കൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ പശ തേക്കണം കേട്ടോ, ഗ്ലൂ തേക്കണം. അങ്ങനെ സ്റ്റിക്കും വെച്ച് അതിൻ്റെ മേലേക്കും നമ്മുടെ ഗ്ലൂ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മെല്ലെ പറിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഗോൾഡൻ കളർ തന്നെ കൊടുക്കാം. നമുക്ക് സ്പോഞ്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലീഫ് ഇതവിടെ കഴിഞ്ഞു. അപ്പോൾ വലുതായതുകൊണ്ട് സൈഡൊക്കെ തെറിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടി ഫിനിഷ് ആക്കി കൊടുക്കാം. ഇനി ഇത് കുത്തി വെക്കാൻ എന്തെങ്കിലും സംഭവം വേണ്ടേ, ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ നോക്കിയെടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മണലും കൂടെ നിറച്ചിട്ട് മേൽഭാഗത്ത് ഇതുപോലെ ഒരു ചാക്കുനൂലും കുത്തി നമ്മുടെ ലീഫും കൂടെ കുത്തിയാൽ സിമ്പിളായിട്ടുള്ള പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബിഗ് വേർഷന് വരുന്നത്. ഏതാണ് ലുക്ക് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത നമ്മളൊരു ഡെസ്ക് ഡെക്കോറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് മെയിനായിട്ടും വേണ്ടത് ഈ ഒരു സ്റ്റിക്കും നമ്മുടെ ഐസ് സ്റ്റിക്കുമാണ് കേട്ടോ വേണ്ടത്. അപ്പം ഈ ഒരു സ്റ്റിക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. മെയിനായിട്ടും വേണ്ടത് ഇതും പശയും മാത്രമാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഈ ഒരു ഷേപ്പിനാക്കി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒരേ അളവൊക്കെ ആയിരിക്കണം. പിന്നെ നമുക്ക് അടിയിലും ഇതുപോലെ നമ്മുടെ സ്റ്റിക്ക് നിങ്ങളടുത്ത് ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ ഐസ് സ്റ്റിക്ക് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ വുഡിൻ്റെ സ്റ്റിക്ക് ആണെങ്കിൽ അത് ഏതുള്ള വെച്ചാൽ അത് അടിയിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് പ്ലാന്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ട് സൈഡ് കൂടി ഫുള്ളായിട്ടും നിങ്ങളതിൽ ഏതാ കൂടുതലുള്ള വെച്ചാൽ അത് ഒട്ടിച്ചാൽ മതി. ഇന്ന തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത്രയും ഡെക്കോസ് നമ്മളിവിടെ ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടിരിക്കും. ബൈ.